ആലുപോയ ചെകുത്താനെ പോലെ എവിടെയെങ്കിലും കയറി പറ്റാൻ ഒരു കേന്ദ്രം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുരുവട്ടൂരികൾ പല ചാണകത്തിലും ചവിട്ടി പലരെയും പോയി ഷാളണീച്ചും പലരെയും സ്വീകരിച്ചിരുത്തിയും പല സ്ഥലത്തും പോയി കൈകൂപ്പി നിന്നും അങ്ങനെ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ മടവൂർ കോട്ട. കുരുവട്ടൂരികൾ അവിടെ എത്തിയപ്പോഴേ സുന്നത്തിമാത്തിന്റെ പ്രവർത്തകർ പറഞ്ഞു, ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം, കാരണം വലിയൊരു അപകടം, എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാമെന്ന് സുന്നത്തിമാത്തിന്റെ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ മടവൂർ കോട്ടയിലെ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കുറേ മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ പല നിലക്കും സുന്നത്തിമായത്തിന് യോജിക്കാത്തതും മറ്റുമൊക്കെ ആയപ്പോൾ അദ്ദേഹവുമായി വിട്ടു നിൽക്കുകയാണ്. അങ്ങനെയാണ് കുരുവട്ടൂരികൾക്ക് ഒരു പിടിവള്ളി കിട്ടി എന്ന അടിസ്ഥാനത്തിൽ അവരും കൂടി അവിടെ പോയി ചാടുന്നത്. എന്തോ ആവട്ടെ, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന സംഭവങ്ങൾ, CH മുസ്തഫ എന്ന് പറയുന്ന രണ്ടാം ചേകനൂര്, CH മുസ്തഫയെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിൽക്കുന്നതും ആദർശരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് CH മുസ്തഫയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾ, താനി ചേകനൂരി ആശയങ്ങൾ, അത് സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ CH മുസ്തഫ എന്ന് പറയുന്ന വിദ്വാൻ. അദ്ദേഹത്തെ നേരത്തെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനം മടവൂർ കോട്ടയിലേക്ക് പലപ്പോഴും ക്ഷണിച്ചിരുന്നെങ്കിലും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മടവൂർ കോട്ടയിൽ എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് നൗഷാദ് കളവ് പറയുന്നു, അത് നമ്മൾ പിടികൂടി. ഏതായിരുന്നാലും നൗഷാദിന്റെ കളവിനെ CH മൗലവി തന്നെ എന്ത് ചെയ്തു, പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CH മൗലവി പറഞ്ഞ ചില വിഷയങ്ങളിൽ കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഈ കുരുവട്ടൂരികളിൽ നിന്ന് ചില വിഷയങ്ങളിൽ മറുപടി കിട്ടേണ്ടതുണ്ട്. നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി കോട്ടി മാട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏതായിരുന്നാലും ഈ CH മുസ്തഫ മൗലവി അവിടെ മടവൂർ കോട്ടയിൽ വന്നതുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികൾ ഞങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് മറുപടി തരേണ്ടതുണ്ട്. അത് മടവൂർ കോട്ടയിലാണ് വന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനൊന്നും കുരുവട്ടൂരികൾക്ക് കഴിയില്ല. കാരണം ഷെയ്ഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മടവൂർ കോട്ടയും കുരുവട്ടൂരികളും നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന്. ആദ്യം ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. കുരുവട്ടൂരുള്ള ആൾക്കാർ, മടവൂർ കോട്ടയിലെ ആൾക്കാർ, ഇനി വേറുള്ളവര് ബാക്കിയുള്ളവര് അവിടുത്തോല് ഇവിടുത്തോല് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. മശായിഖന്മാർ ആളുകൾ എന്ന് പറഞ്ഞാൽ അഖിൽ എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ഒന്നാ. അത് പല സ്ഥലത്തുമായിട്ട് പല ഭാഗത്തും ഉണ്ടാകും. അതെ, ഷെയ്ഖ് തന്നെ പ്രഖ്യാപിച്ചു, കുരുവട്ടൂരികളാണെങ്കിലും മടവൂർ കോട്ടയത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇനി അവിടെ രണ്ട് എന്നുള്ളൊരു ആ ടീം ഈ ടീം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അതുകൊണ്ട് ഷെയ്ഖ് തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കുരുവട്ടൂരികൾ തന്നെ ഇതിന് മറുപടി പറയണം. ഏത് നുണയും കോട്ടിമാട്ടി മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ കഴുത കുട്ടികൾക്ക് മുമ്പിൽ സത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ പല നിലക്കും കോട്ടിമാട്ടുന്ന നൗഷാദ് എന്ന് പറയുന്ന ഇബ്ലീസിന്റെ കോളാമ്പി ഉള്ളത് കൊണ്ട് അവൻ ഏതും ചിലപ്പോൾ CH മുസ്തഫ മൗലവിയെ തന്നെ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ തന്നെ ചിലപ്പോൾ കോട്ടിമാട്ടി അവൻ അത് സത്യമാക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ചില ചോദ്യങ്ങൾ CH മുസ്തഫ മൗലവിയുടെ ആ വരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞേ പറ്റൂ, നിങ്ങൾക്ക് അദ്ദേഹം CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന കേരളത്തിൽ രണ്ടാം ചേകനൂരായി അറിയപ്പെടുന്ന, വിശുദ്ധമായ ഖുർആനെ സ്വന്തമായി വക്രീകരിക്കുന്ന, വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും തള്ളിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും മറ്റുള്ള വിശ്വാസങ്ങളും മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ, തനി കുഫ്റൻ ആശയങ്ങളുമായി കുഫ്രിയത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CH മുസ്തഫ മൗലവിക്ക് നിങ്ങളുമായുള്ള ബന്ധം എന്ത്? ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അതിന് ഇവർ വിളിച്ചു എന്ന് പറയാൻ പറ്റൂല. കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് അദ്ദേഹവുമായുള്ള ബന്ധം എന്ത്? ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു ബന്ധം ഇല്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാണ്. അതുകൊണ്ട് ഒന്നാകുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. എന്താണ് ബന്ധം? ചോദ്യം 2, എന്തിനാണ് നിങ്ങൾ ഈ രണ്ടാം ചേകനൂരാകുന്ന CH മുസ്തഫ മൗലവിയെ നിങ്ങളെ കൂടാരത്തിലേക്ക് ക്ഷണിച്ചത്? നിങ്ങൾ കൂടാരം തന്നെയാണ് മടവൂർ കോട്ട. അതും ഇനി വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ കൂടാരത്തിലേക്ക് എന്തിനു ക്ഷണിച്ചു? നിങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? CH മുസ്തഫ മൗലവി പറയുന്നു, എന്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിനെ വക്രീകരിച്ചുണ്ടാക്കിയ ഖുർആനിന്റെ അകമ്പൊരുൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വക്രീകരണങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നെ അവിടെ ക്ഷണിച്ചതും സ്വീകരിച്ചതും എന്ന് CH മുസ്തഫ മൗലവി പറയുന്നു. അത് ശരിയാണോ അല്ലേ? ചോദ്യം 2. അങ്ങനെ എന്നെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കാട്ടുവളപ്പിൽ നൗഷാദേ, എനിക്ക് എന്ത് പറയാനുണ്ട് ഇതിനെ പറ്റി? ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണോ ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്? ഇദ്ദേഹം പറയുന്നു, എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അതും കൂടി കേൾക്കാം. അപ്പൊ യഹ്യ ബുഖാരി തങ്ങളെ കാണണമെന്ന് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. കണ്ടോ ഇദ്ദേഹം പറയുന്നത്, എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, അതുകൊണ്ട് മറുപടി പറഞ്ഞേ പറ്റൂ. എന്തിന് ക്ഷണിച്ചു?
ഇദ്ദേഹം പറയുന്നു എന്റെ പ്രഭാഷണങ്ങൾ യഹ്യൽ ബുഖാരി തങ്ങൾ കേൾക്കാറുണ്ട്, ജനങ്ങളെ കേൾപ്പിക്കാറുണ്ട്. ഇത് സത്യമാണോ അല്ലയോ? മൂന്നാമത്തെ ചോദ്യം. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ യഹ്യൽ ബുഖാരി തങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനാണോ? ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി യഹ്യൽ ബുഖാരി തങ്ങളുടെ അനുയായികളെ അദ്ദേഹം ഉപദേശിക്കാറുണ്ടോ? ഇദ്ദേഹം പറയുന്നു, CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന രണ്ടാം ചേകനൂർ പറയുന്നു അത് കേൾക്കാറുണ്ട്, അതിൽ ആകൃഷ്ടനാണ്, ജനങ്ങളോട് കേൾക്കാൻ വേണ്ടി ഉപദേശിക്കാറുണ്ട്. അത് സത്യമാണോ അല്ലയോ? മറുപടി പറയണം. യഹ്യൽ ബുഖാരി തങ്ങൾ എന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നതും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകളോട് പലരോടും എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം തുടങ്ങുന്നത്. ഈ CH മുസ്തഫ മൗലവിക്ക് നിങ്ങളുമായുള്ള ബന്ധം എന്ത്? എന്തടിസ്ഥാനത്തിനാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത്? ഇദ്ദേഹം പറയുന്നു എന്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹം കേൾക്കാറുണ്ട്, അദ്ദേഹം ആ നിലക്കാണ് എന്നെ പരിചയപ്പെടുന്നത്. അത് ശരിയാണോ അല്ലയോ? അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്ത് ബന്ധമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായിട്ട്? അല്ലെങ്കിൽ നിങ്ങൾ ത്വരീഖത്തിന്റെ ആളുകളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ബന്ധമാണ് ഇദ്ദേഹം ത്വരീഖത്തുമായിട്ടുള്ളത്? തസൂഫുമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് ബന്ധമാണുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത്? ഇദ്ദേഹം പറയുന്നു തങ്ങൾ എന്റെ പ്രഭാഷണം കേൾക്കാറുണ്ട്, ജനങ്ങളോട് കേൾക്കാൻ വേണ്ടി ഉപദേശിക്കാറുണ്ട്, എന്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഞാനുമായി എന്നെ പരിചയപ്പെടുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. ഇത് സത്യമാണോ അല്ലയോ? ആട്ടുകുളപ്പിൽ നൗഷാദ് മറുപടി പറയുന്നത് തയ്യാറായിക്കോ. അഞ്ചാമത്തെ ചോദ്യം പിടിച്ചോ. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടനായിട്ടാണല്ലോ ഇദ്ദേഹത്തെ ക്ഷണിച്ചത് എന്ന് ഇദ്ദേഹം പറയുന്നു. ആ നിലയ്ക്ക് ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ഉപദേശിക്കാറുണ്ട് എന്നും പറയുന്നു. ഇദ്ദേഹം പറയുന്നു എന്റെ പ്രഭാഷണങ്ങൾ, അതായത് ഇദ്ദേഹം ഖുർആൻ വക്രീകരിച്ച ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും തള്ളിയ, ഇമാമിയങ്ങളെ മുഴുവനും തള്ളിയ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തള്ളിയ, സ്വഹാബത്തിനെ ചീത്ത വിളിച്ച രണ്ടാം ചേകനൂരായ CH മുസ്തഫ മൗലവി അദ്ദേഹം പറയുന്നു എന്റെ പ്രഭാഷണങ്ങൾ, ഖുർആൻ അകംപൊരുൾ എന്ന് പറയുന്ന എന്റെ പ്രഭാഷണങ്ങൾ അതും തസവുഫും ഒന്ന് തന്നെയാണ്, രണ്ടും രണ്ടല്ല. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അകമ്പൊരുളിന്റെ ആശയങ്ങളും സൂഫി ആശയങ്ങളും രണ്ടാണ് എന്ന ഒരു ധ്വനിയിലാണ് അവരത് പറയുന്നത്. യഥാർത്ഥത്തിൽ തസവുഫ് തന്നെയാണ് അകമ്പൊരുളിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. തസവുഫും സൂഫി ആശയങ്ങളും അകമ്പൊരുൾ ആശയങ്ങളും രണ്ടല്ല. പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ CH മുസ്തഫ മൗലവി പറയാണ് തസവുഫും അകമ്പൊരുളും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും രണ്ടല്ല. എന്നിട്ട് ഇപ്പം പറഞ്ഞൊരു വിറ്റുണ്ട്. ഇവൻ പറയാണ് നമ്മള് ചിലപ്പോൾ പറയുന്ന സമയത്ത് കുറച്ച് റൂട്ടിലായിരിക്കും സംസാരിക്കുക, കുറച്ച് ശബ്ദം ഉയർത്തി വേറെ റൂട്ടിലായിരിക്കും സംസാരിക്കുക. തസൂഫിന്റെ ആളുകളാകുമ്പോൾ ശബ്ദം താഴ്ത്തി നല്ല മയപ്പെടുത്തി നല്ല മട്ടത്തിലായിരിക്കും സംസാരിക്കുക. അത് കേട്ടോക്കി വിറ്റ്. കാരണം ഇവിടെ തസൂഫിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ ടീമാണ് കുരുവട്ടൂരികൾ. ഓല സംസാരം ഓല ശൈലി എങ്ങനെയുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമാണല്ലോ. അതുകൊണ്ട് അത് കേട്ടോക്കെ മുസ്തഫ മൗലവി പറഞ്ഞു നമ്മൾ കേട്ടോക്കെ. പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു റിഫർമേഷന്റെ ശബ്ദത്തിലായിരിക്കാം. സൂഫി കേന്ദ്രങ്ങൾ പറയുന്നത് ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം. അത് വളരെ പതുക്കെയായിരിക്കാം, നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസമുണ്ട് എന്നല്ലാതെ അകമ്പൊരുൾ ആശയങ്ങളും തസൂഫിന്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. അത് ഒരേ ധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. മുസ്തഫ എനിക്ക് തെറ്റിട്ടോ, ഈ വിചാരിച്ച സ്ഥലം നല്ല ചെത്തിപ്പെട്ട് അവിടെ അട്ടഹാസങ്ങളും മാർപ്പും പൊളി നായട്ടുമാണ്. അവിടെ പണ്ഡിതന്മാരെ പാച്ചാർച്ചി തിന്നലാണ്, തെറി വിളിച്ച് പറയലാണ്, അട്ടഹാസാണ് അവിടെ. ആധ്യാത്മികതയുടെ സൗമ്യമായ സ്വരമൊന്നും ഇപ്പൊ ചെത്തിപ്പെട്ട അവിടെ ഇല്ല. അവിടെ ഞാൻ പരിചയപ്പെട്ട നൗഷാദ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുപോലെ വേറെ അവിടെ അന്ന് ഞാൻ തോന്നുന്നു വേറെ കുഞ്ഞുമൈന്ത് എന്ന് പറഞ്ഞ തെറിയിൽ അവനെ വിളിക്കലേ, അങ്ങനത്തെ ഒരു സാധനം അവിടെ. അത് അങ്ങനെ പ്രസംഗം കേട്ടോക്കണം. ആധ്യാത്മികതയുടെ സൗമ്യമായ സ്വരം മണ്ണാങ്കട്ടെ. കളവ് പറയാനായി കച്ച കെട്ടിയിറങ്ങിയ കാട്ടുവളപ്പിൽ നൗഷാദോ, അന്നോട് ആറാമത്തെ ചോദ്യം. ഈ CH മുസ്തഫ മൗലവി പറയുന്നു ഞാൻ അവിടെ എത്തിപ്പെട്ടപ്പോൾ നൗഷാദിനെ ഞാൻ പരിചയപ്പെട്ടു, ഞങ്ങൾ നല്ല സൗഹൃദം, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അത് മാനുഷിക പരിഗണന അവിടെ ഉണ്ടല്ലോ, ആ നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചതാണ്, അവിടെ മറ്റൊന്നും തടസ്സമല്ലല്ലോ. നൗഷാദെ ചോദിക്കുന്നു മറുപടി പറയൽ എന്റെ ബാധ്യതയാണ്. രണ്ടാം ചേകനൂരായി കടന്നു വന്ന CH മുസ്തഫ മൗലവിയുമായിട്ട് നീ ഒന്ന് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഈ മുസ്തഫ മൗലവി പറയുന്നത് കളവാണോ സത്യമാണോ? മറുപടി മുസ്തഫ മൗലവി പറയുന്നത് നമുക്ക് കേൾക്കാലോ. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടപ്പോ വളരെ നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. സ്വാഭാവികമാണല്ലോ, മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നതിന് വേറൊന്നും തടസ്സമല്ലല്ലോ. എന്താ സൗഹൃദം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ നൗഷാദ് എന്ന് പറയുന്ന സാധനം ചേകനൂസത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തെ രണ്ടാം ചേകനൂരായി അറിയപ്പെട്ട ആളുമായിട്ട് എന്താ സൗഹൃദം നൗഷാദിനെ? ഇത്രകാലം വരെ ഇവിടെ പലതും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാ, അപ്പൊ നല്ല സൗഹൃദം രണ്ടാളും കൂടി. ഇത് ശരിയാണോ അല്ലേ? മറുപടി പറഞ്ഞേ പറ്റൂ. ഇതെന്തേ പറഞ്ഞത്? ഇദ്ദേഹത്തിനേക്ക് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു, ഇദ്ദേഹത്തിന് ഹദീസുകളൊക്കെ ഓതി കൊടുത്തു, ഇദ്ദേഹത്തിനോട് അതൊക്കെ അംഗീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ബാക്കി കാര്യങ്ങൾ കൂടി പിന്നീട് ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞ്. എന്നാൽ ഇദ്ദേഹം പറയുന്നു അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഈ യഹ്യൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ആൾക്ക് എന്റെ ആശയങ്ങളിൽ പലതിനോടും വിയോജിപ്പുണ്ടാകാം, പക്ഷെ ആ വിയോജിപ്പ് ഒന്നും അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹം പറയുന്നു അത് ശരിയാണോ അല്ലേ? നിങ്ങൾ അവിടുന്ന് ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചോദ്യം നമ്പർ 7 ഇദ്ദേഹം പറയുന്നതാണോ ശരി, നിങ്ങൾ പറയുന്നതാണോ ശരി? ഇദ്ദേഹം പറയുന്നു എന്നോട് എതിർപ്പ് ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന്. കേൾക്കാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതിനോടും വിയോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല. അവിടെ നൗഷാദ് അന്നത പൊളിച്ച് കൈ തരുന്നു.
അദ്ദേഹം പലതിനോടും എന്നോട് യോജിക്കുന്നുണ്ട്, പലതിനോടും വിയോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. ചോദ്യം നമ്പർ 6, ഇദ്ദേഹത്തെ നിങ്ങൾ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തി കൊടുത്തു, ഹദീസുകൾ ഓതിയിട്ട് ഇതൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഇദ്ദേഹം അതൊക്കെ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്നതാണോ കളവ്? അല്ല, ഇദ്ദേഹം പറയുന്നു എന്നെ ഒന്നും എതിർത്തിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നതാണോ കളവ്? നൗഷാദെ, ഇജും ഏതായാലും ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ. ഇറങ്ങുന്ന സമയത്ത് 7ാമത്തെ ചോദ്യം പിടിച്ചോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പച്ചക്ക് ചീത്ത വിളിക്കുന്നയാളാണ് CH മുസ്തഫ മൗലവി. ഈ CH മുസ്തഫ മൗലവി പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ എന്റെ അതേ ആശയാണ് മടവൂർ കോട്ടയിലെ യഹ്യൽ ബുഖാരി തങ്ങൾക്കും. അത് ശരിയാണോ അല്ലേ? ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്നയാളാണ്, മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല എന്ന് പറയുന്നയാളാണ് മടവൂർ കോട്ടയിലെ യഹ്യൽ ബുഖാരി തങ്ങളെന്ന് ഈ CH മുസ്തഫ മൗലവി പ്രസംഗിക്കുന്നു, പറയുന്നു. അത് ശരിയാണോ അല്ലേ? മറുപടി പറഞ്ഞേ പറ്റൂ. മുസ്തഫ മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാലോ. എന്ന് മാത്രമല്ല, ചരിത്രപരമായി ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അകംബറുലിന്റെ കാഴ്ചപ്പാടുകളോട് 100% യോജിക്കുന്നതാണ്. അമവി അട്ടിമറി, പ്രത്യേകിച്ച് മുആവിയ, യസീദ് മുതലായിട്ടുള്ള രാജാക്കന്മാർ ഇസ്ലാമിക ഖിലാഫത്തിനെ അട്ടിമറിച്ചതും സഹാബിമാരെ കൊന്നൊടുക്കിയതും അഹ്ലുൽ ബൈത്തിനോട് അവർ ചെയ്ത ക്രൂരതയുമൊക്കെ അദ്ദേഹം വളരെ മുമ്പേ, അകംബറുലൊക്കെ വരുന്നതിന്റെ എത്രയോ മുമ്പേ ആളുകളോട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുന്ന പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അത് വ്യക്തമായി പറയുന്ന കാര്യം. കാടുവളപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞാൽ കഴിച്ചിലായി പോകാനൊന്നും അന്നെ ഞങ്ങൾ തൽക്കാലം സമ്മതിക്കൂല. ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. ആ ഉടായ്പ കഴിച്ചിട്ട് പോണ പരിപാടി ഉണ്ടല്ലോ, നടക്കൂല മനെ. ഈ CH മുസ്തഫ മൗലവി കുറഞ്ഞ സമയം 10 മിനിറ്റ് പറഞ്ഞപ്പോഴേക്ക് പലതും നിങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. ഇതിനൊക്കെ ഓരോന്നിനും അക്കമിട്ടാണ്ട് കൊണ്ട് ഞങ്ങൾ മറുപടി പറയിപ്പിക്കാൻ കഴിയും. CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന 2ാം ചേകനൂരിന്റെ ഷിയാ വിശ്വാസങ്ങളിൽപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹു തള്ളി പറയുന്നത്, ആ ആശയം ഞാൻ പറയുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്ന വ്യക്തിയാണ് മടവൂർ കോട്ടയിലെ യഹ്യൽ ബുഖാരി തങ്ങൾ എന്ന് CH മുസ്തഫ മൗലവി പറയുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് പറഞ്ഞേ പറ്റൂ. ഇദ്ദേഹം വന്ന ആളാണല്ലോ, നിങ്ങൾ സ്വീകരിച്ചിരുത്തിയ ആളാണല്ലോ. നിങ്ങൾ ബഹുമാനപ്പെട്ട വന്യരായ CH മുസ്തഫ മൗലവി എന്ന് പ്രസംഗിച്ചാൽ ക്ഷണിച്ച ആളല്ലേ. നിങ്ങൾ ഏത് രൂപത്തിൽ ഇദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിച്ചത് പറയണം, ഏത് രൂപത്തിൽ ഇദ്ദേഹത്തെ സ്വീകരിച്ചത് പറയണം, ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് നിങ്ങൾ സമൂഹത്തോട് പറയണം. ഈ വിശ്വാസങ്ങൾ മുഴുവൻ പേറുന്ന വ്യക്തിയെ ഇദ്ദേഹം പറയുന്നു വളരെ ആത്മാർത്ഥമായി എന്നെ നല്ല രൂപത്തിൽ എന്നോട് എന്താണ് അവരുടെയൊക്കെ സ്നേഹം, അവർക്ക് നല്ല പരിചയം പുതുക്കി ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. പറ്റിയ തിരക്കാണല്ലോ, അദ്ദേഹം പറയട്ടെ. അവിടെ പോയപ്പോ പിന്നെ അവിടെ കണ്ടതെന്തെന്ന് വെച്ചാല്, അന്ന് ഈ 1-ാം തീയതി എല്ലാ ദിവസവും അവിടെ ഒരു മജ്‌ലിസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കുരുവട്ടൂരിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതിൽ നൗഷാദ് ഹസനിയുണ്ട്, പിന്നെ ഹാഫിദ് ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നൗഷാദ് ഹസനി എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം. എല്ലാവരുമായിട്ട് വളരെ നല്ല മാനുഷിക ബന്ധങ്ങൾക്ക് മറ്റുള്ളതൊന്നും തടസ്സമില്ലല്ലോ. അങ്ങനെ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം അവിടെ മജ്‌ലിസ് നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മജ്‌ലിസിലേക്ക് പോയി. മജ്‌ലിസിൽ പോയിരുന്നപ്പോൾ എന്നോട് വളരെ അവിചാരിതമായി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാനവിടെ സദസ്സിന്റെ ഔചിത്യമൊക്കെ പാലിച്ച് വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നടന്നത്. CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വഹാബികളെക്കാൾ മൗദൂദികളെക്കാൾ അപകടം പിടിച്ച 2ാം ചേകനൂരായി കടന്നു വന്ന CH മുസ്തഫ മൗലവിയുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചു. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. നല്ല രൂപത്തിൽ അവരെ മജ്‌ലിസിൽ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഞങ്ങൾ അത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് CH മുസ്തഫ മൗലവി പറയുന്നുണ്ടെങ്കിൽ, കുരുവട്ടൂരികളെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുകളുടെ പേര് പറയാൻ? ഈ അടുത്ത ദിവസം തെറിയൂരാൻ കുഞ്ഞുമായെന്ന് പ്രസംഗിച്ചില്ലേ? ബഹുമാനപ്പെട്ട വടകര ഷെയ്ഖ് വടകരൂരുടെ അടുക്കലേക്ക് 3 ആളുകൾ ചെന്ന് കഥ പറയുന്നുണ്ടവൻ. ആ കൂട്ടത്തിൽ അന്ന് ബാക്കവിയായി നല്ല പണ്ഡിതനായി നടന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം കൂടെയുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട വടകര ഒരിക്കലും സലാം മടക്കിയില്ല. ഈ 3 ആളുകൾ സലാം മടക്കിയില്ല. ഈ മൂന്നാമൻ എന്ന് പറഞ്ഞ ചേകനൂർ മൗലവിയാണ്. അവൻ പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയതിന്റെ ശേഷമാണ് വടകര ഈ 3 ആൾ, ഈ ബാക്കിയുള്ള 2 ആളുകളെ സ്വീകരിച്ചത്. ഈ അടുത്ത ദിവസം നിങ്ങൾ പ്രസംഗിച്ചതാ. അത് പ്രസംഗിക്കാൻ എന്താ അർഹതയുണ്ടോ നിങ്ങൾക്ക്? ഈ മഹാന്മാരെ പേര് പറയാൻ എന്താ അവകാശമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആദർശം പറയാൻ എന്താ അവകാശമുണ്ടോ നിങ്ങൾക്ക്? ബിദ്അത്തിനെതിരെ പറയാൻ എന്താ അവകാശമുണ്ട് നിങ്ങൾക്ക്? ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വഹാബികളെക്കാൾ മൗദൂദികളെക്കാൾ അപകടം പിടിച്ച തനി കുഫ്രിയത്തിൽ എത്തിപ്പെട്ട ബിദ്അത്തിന്റെ ആശയങ്ങളുമായി നടക്കുന്ന ഖുർആൻ വക്രീകരിച്ച CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചു വരുത്തി സ്വീകരിച്ച് ആനയിച്ച് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത കുരുവട്ടൂരികളെ നിങ്ങൾക്ക് ഇനി എന്താ അവകാശമുണ്ട്? ഏതായാലും കുഞ്ഞമ്മ ഓനൊന്നും അവസരം കൊടുക്കണല്ലോ. കുഞ്ഞമ്മ ഒന്ന് കുറച്ചൊന്ന് പറയട്ടെ, ഓനെന്തൊക്കെയൊന്ന് പറയണ്ടോ, ഓനൊന്ന് പറയട്ടെ. അവനും കൂടി ചെറിയ അവസരം കൊടുക്കുമ്പോൾ ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കാൻ എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ഉള്ളിൽ ബിദ്അത്ത് തിമിർത്താടില്ലേ? എന്നിട്ട് നിങ്ങളാ ബിദ്അത്തിനെതിരെ സംഘടിക്കണത് എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക് ബിദ്അത്തിനെതിരെ പറയാൻ? നിങ്ങളെ ഉള്ളിലത്തെ കാര്യം ആദ്യം ശരിക്കും തൗഹീദ് നിങ്ങളത് ശരിയാക്കി ആദ്യം.
അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. അതാണ്. ആ അതെ 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 ചെങ്ങ എന്താ അവകാശം തുടങ്ങി സുന്നത്തിയമായിട്ട് പറയാൻ നിങ്ങൾക്ക്? ബിദഅത്തിനെതിരെ പറയാൻ എന്താ അവകാശം തുടങ്ങൾക്ക്? ചോദിക്കൂ കുഞ്ഞമ്മ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് അവർക്ക്. CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന രണ്ടാം ചേകനൂർ ആരോപിച്ച ആരോപണങ്ങൾക്ക് കുരുവട്ടൂരികൾ വ്യക്തമായി മറുപടി പറയാത്ത കാലത്തോളം ഈ മൗലവി പറഞ്ഞ വിഷയങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പലതും ബോധ്യപ്പെടുന്നുണ്ട്. മുൻകഴിഞ്ഞ മഹാന്മാരായ മശായിഖന്മാർ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെയുള്ള, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെയുള്ള മഹാന്മാർ, ആ മഹാന്മാരുടെ തിരുനോട്ടവും കാവലുമുള്ള പ്രസ്ഥാനമാണ് റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ മഹിതമായ പ്രസ്ഥാനമെന്ന് നാൾക്കുനാൾ ഞങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കൊണ്ടു നടന്ന് തെറ്റിദ്ധരിപ്പിച്ചൊരു വിഷയമുണ്ടായിരുന്നു. ഈ മടവൂർ കോട്ടയിലെ യഹിയൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ വടകര ഓരുടെ മഖാമിൽ നിന്ന് പുറത്താക്കി, സിയാറത്ത് ചെയ്യാൻ സമ്മതിച്ചില്ല, ചോറ് വയ്ക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പച്ച കള്ളം പറഞ്ഞിരുന്നു നിങ്ങൾ. അവിടുത്തെ ഷാദുലി മജ്ലിസിന് നേതൃത്വം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഷാദുലി മജ്ലിസിന് നേതൃത്വം കൊടുക്കേണ്ടതില്ല എന്ന് അവിടെയുള്ള നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണത്. അവിടുത്തെ തിരുനോട്ടം കൊണ്ടാണത്. കാരണം ഇതുപോലുള്ള സർവ്വമത സത്യവുമാതുമായി നടക്കുന്നവരെ പേറേണ്ടി വന്നവർ നേതൃത്വം കൊടുക്കേണ്ടതല്ല മഹാന്മാരുടെ മജ്ലിസുകൾ. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അത് വടകര മുഹമ്മദ് ആജി തങ്ങൾ തന്നെ മാറ്റി നിർത്തിയതാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാവലാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നും അവിടുത്തെ മജ്ലിസിന് നേതൃത്വം കൊടുക്കേണ്ടത് ഈ വ്യക്തിയായിരുന്നുവെങ്കിൽ ഞങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വന്നേനെ. പക്ഷേ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവിടുത്തെ കാവൽ നമുക്ക് ഏത് സമയത്തും നമ്മുടെ പ്രസ്ഥാനത്തിനും നേതൃത്വത്തിനും അള്ളാഹു നൽകുമാറാവട്ടെ. ആ വടകര ഓരുടെ കാവലും മതവും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നേതൃത്വം കൊടുക്കാൻ സമ്മതിക്കാതെ അവിടുത്തെ ആത്മീയമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് മാറ്റി നിർത്തിയത് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫ മറ. നമ്മളെ പ്രസ്ഥാനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ അന്നു മുതൽ കുരുവട്ടൂരികൾക്ക് കണ്ടകശനിയാണ്. എവിടെ തൊട്ടാലും നാറുകയാണ്. പക്ഷെ ഒരു 1-2 കുറച്ചു കാലമായിട്ട് കുരുവട്ടൂരിയുടെ ആകെ പറ്റ നാറി, പൊട്ടൻ കാഷ്ടം തൊട്ട മാതിരി ആകെ നാറിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയെ കാണുന്നത്. എന്ന് മുതൽ ഇവൻ പറഞ്ഞിരുന്നു, ഇവരെ വലിയ അപ്പോസ്തലൻ, ഈ ഇബ്ലീസ് ത്വരീഖത്തിന്റെ വലിയ അപ്പോസ്തലൻ അടുത്ത ഷവ്വാലിൽ 1.5 ഷവ്വാലാണ് ആ കിടക്കുന്ന കിണ്ടിമ്പോഴും ഗ്ലോബൽ സിറ്റി വില്ലേജിൽ. അന്ന് മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ 1.5 ഷവ്വാല്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മുഴുവനും ഇതുവരെ ഈ പൊട്ടൻ കാഷ്ടം തൊട്ട മാതിരി ഒക്കെ നാറുകയാണ് കുരുവട്ടൂരികൾ. തുടർന്ന് മുഴുവൻ നാറിക്കൊണ്ടിരിക്കുക. ആകെ വഷളത്തിൽ ഇബ്ലീസിനെ നന്നാക്കാൻ നോക്കി ആകെ വഷളായി ആകെ നാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് നമ്മളാണെന്ന് തോന്നുന്നുണ്ട്, നമ്മളെ കുഞ്ഞുമായന്തിന് എന്തോന്ന് പറയാണ്ട് അതും കൂടി കേട്ടുകാണ്ട് നമ്മൾക്ക് എന്താ ചെയ്യുക, ഇതിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കുടുങ്ങി, നിങ്ങൾ ചെറിയ കുടിക്കലൊന്നല്ല പെട്ടിട്ടുള്ളൂ, നിങ്ങൾ കുഞ്ഞിരായും കുടിക്കലാ കുടുങ്ങി. നിങ്ങൾക്ക് ഇനി മേപ്പെട്ടക്കും പറ്റൂല, താഴത്തേക്കും പോലെ നിങ്ങൾ കുടുങ്ങേണ്ട സ്ഥലത്ത് നിങ്ങളെ കുടുങ്ങേണ്ട സാധനം കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇടങ്ങറായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങളെ ഇടങ്ങറില്ല, ആവുലും കഞ്ഞീരപ്പങ്ങളുണ്ട്, ഒരു രക്ഷ ഇങ്ങക്കില്ല. ആ കുഞ്ഞിരായും കൊടുക്കുന്നത് അതിലല്ലേ ഇപ്പങ്ങളുള്ളത്. എന്താ ഇപ്പോഴത്തെ പുതിയ വിശേഷം? സുബ്ഹാന ജല്ല ജലാലു പുതിയ തീർന്നില്ല ഇപ്പങ്ങൾക്ക്. ഇത് എല്ലാം കൂടിയിട്ട് കണക്കിന് കിട്ടിയ സമയത്ത് 2026 അതൊരു 1.5 2026. അത് പറഞ്ഞില്ല, നിങ്ങൾക്ക് അന്നത്തെ ചൊവ്വാല് മുതൽ കുടുങ്ങിക്കണം. നിങ്ങളെ ഗതികേടിന്റെ ഔലും കഞ്ഞി ആരംഭിച്ചിക്കണം അന്ന് മുതൽ. ഹാഫിളായിട്ട് ലക്ഷണം കേട്ടോന്റെ നാവിന്ന് എന്നാണോ മുഴങ്ങിയത് അന്ന് മുതൽ നിങ്ങളെ കഥ കഴിഞ്ഞു. ഇപ്പൊ എന്തായി? ഇപ്പൊ എവിടെ എത്തിക്കണ്? ഇത് ചട്ടിയും കുടിക്കും പാത്രവും വിക്കാസും കൈക്കോട്ടും നൂലും എല്ലാം കൂടി ആയിട്ട് പോയി കണ്ട് നടത്തുന്ന പരിപാടിയല്ല. അതല്ല, ഇത് കുരുവട്ടൂരിൽ ആലയത്ത് വെച്ച് നടത്തിയ പരിപാടിയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞതല്ല, ഇതെന്താണ് ഇതവിടെ കുരുവട്ടൂരിനോട് പറഞ്ഞതാണ്. അപ്പോസ്തലൻ ഷെയ്ഖടക്കം, അതേപോലെ മറ്റേ കാട്ടുവളപ്പിൽ അങ്ങനെ തുടങ്ങിയ കുറച്ച് ചൈത്താൻകുട്ടികളും കൈതക്കുട്ടികളൊക്കെ പാടുണ്ടല്ലോ അവിടെ. കൈതകൾ നമ്മൾ പറഞ്ഞാൽ അവർ വരുന്നതാണ്. ഏതായിരുന്നാലും അതൊക്കെ പാടുണ്ടല്ലോ അവിടെ. ഐറ്റിങ്ങൾ നോക്കിയിട്ട് കുഞ്ഞുമായത് പറഞ്ഞ വാക്കുകളാണിത്. അതൊരിക്കലും നമ്മളായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ എടുത്തോളൂ. ഈ കുഞ്ഞുമായത് ഐറ്റിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞ പ്രസംഗം ആയതുകൊണ്ട് അവിടേക്ക് തന്നെ മടക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.